അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിജ്നാസ് ചെന്നൈയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ മുളക് കൃഷിയെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ മുളകുകളൊക്കെ ഉണ്ടായി കിട്ടുന്നതിനായിട്ടൊക്കെ ഞാൻ നല്ലൊരു ജൈവസറിയൊക്കെ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം. ഈ ഒരു മുളക് ചെടിയുടെ ഇലകളിലൊക്കെ ചെറിയൊരു മഞ്ഞളിപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇലകളിലും ചുവടുകളിലും ഒക്കെ ആയിട്ട് എപ്സം സാൾട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് എപ്സം സാൾട്ട്. ഈ ബോട്ടിലായി 1 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് ഞാൻ ഇത് ഇട്ട് കൊടുത്തത്. ഇനി ഈ ബോട്ടിൽ ഞാനൊന്ന് അടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പൂവുകളൊക്കെ ഉണ്ടാകാതെ നിന്നിരുന്ന മുളക് ചെടിയിലൊക്കെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തു. അതിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് പൂവുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു മുളക് ചെടിയുടെ ഇലകളിലൊക്കെ മഞ്ഞളിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഹരിതകത്തിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾ എപ്സം സാൾട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതൊക്കെ നമുക്ക് പരിഹരിക്കാം. ഈ ഒരു മുളക് ചെടി നന്നായിട്ട് വളർന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും പൂവുകളൊന്നും ഉണ്ടാകാതെ നിൽക്കുകയായിരുന്നു. ഞാനിതിൽ 1-2 തവണ എപ്സം സാൾട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നന്നായിട്ട് പൂവുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എപ്സം സാൾട്ട് നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കുന്ന രീതിയും ചെടികൾ ഉപയോഗിച്ചാലുള്ള ഗുണവുമൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം എപ്സം സാൾട്ട് ഉപയോഗിച്ച് നമ്മൾ തൈകൾ നടാൻ ഉപയോഗിക്കുന്ന പോട്രയിലും അതുപോലെ തന്നെ വളർന്നു വരുന്ന ചെടികളിലും ഒക്കെ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം. വളരെ നല്ലൊരു വളർച്ചയാണ് ഉണ്ടാവുക ഇത് ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ. ഞാനിവിടെ ചാക്കിലും ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും ഒക്കെയാണ് മുളക് തൈകൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മണ്ണിലുണ്ടാകുന്ന പോഷക മൂലകങ്ങളെല്ലാം നമ്മുടെ ചെടികൾക്ക് വലിച്ചെടുക്കാനൊരു കഴിവ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഹരിതകങ്ങളുടെ കുറവ് പരിഹരിക്കാൻ കഴിയും. മുളക് കൃഷിയിൽ പ്രധാനമായും കീടശല്യം ഉണ്ടാകാറാണ്. എൻ്റെ മുളക് ചെടികളിലൊക്കെ ഇതുപോലെ മഞ്ഞളിപ്പും ഇലകളൊക്കെ പഴുത്തു പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ എപ്സം സാൾട്ടൊക്കെ ഉപയോഗിച്ച് നോക്കി. പിന്നെ കപ്പലിൻ്റെ പിണ്ണാക്ക് അതുപോലുള്ള ജൈവസ്ലറികളൊക്കെ ഉപയോഗിച്ച് കൊടുക്കുമായിരുന്നു. നമ്മുടെ ചെടികൾക്ക് പൊട്ടാസ്യം, കാൽസ്യം ഇതിൻ്റെയൊക്കെ കുറവുണ്ടാവുകയാണെങ്കിൽ ഇതുപോലെ മഞ്ഞളിപ്പും ഇലകൊഴിച്ചിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ കുമ്മായം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ മുളക് ചെടിയുടെയൊക്കെ ചുവടുകളിലായിട്ട് ഞാൻ എപ്സം സാൾട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ക്രിസ്റ്റൽ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ ചെടികളുടെ ചുവടുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ വേഗം തന്നെ അലിഞ്ഞു ചേർന്ന് കൊള്ളും. ഇത് ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ അളവ് കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഞാൻ ഇതുപോലെയൊക്കെയാണ് മുളക് കൃഷി ചെയ്ത് കൊടുത്തത്. ഇപ്പോഴെനിക്ക് നന്നായിട്ട് മുളക് ചെടിയിൽ നിന്ന് മുളകുകളൊക്കെ ഉണ്ടായി കിട്ടുന്നുണ്ട്. ഇത് ഉണ്ട പാൽമുളകാണ്. ഇതിലിപ്പോൾ നന്നായിട്ട് മുളകുകളൊക്കെ ഉണ്ടായിരിക്കുകയാണ്. അതുപോലെ തന്നെ വെള്ള കാന്താരിയിലും നല്ല രീതിയിൽ മുളകുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനായിട്ട് ഞാനൊരു ജൈവസ്ലറി തയ്യാറാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ജൈവസ്ലറി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കണ്ടു നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇലകളൊക്കെ മഞ്ഞളിച്ച് നിന്ന് പച്ച കാന്താരി അതിലിപ്പോൾ മുളകുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്ത ജൈവസ്ലറി ഇവിടെ തയ്യാറാക്കുകയാണ്. അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചാരം എടുത്തിട്ടുണ്ട്, ഉള്ളിത്തോല് എടുത്തിട്ടുണ്ട്, കുറച്ച് മുട്ടത്തോട് എടുത്തിട്ടുണ്ട്, തേയില ചണ്ടി കൂടി എടുത്തിരിക്കുകയാണ്. ഇതിൽ മുട്ടത്തോട് അതുപോലെ തന്നെ ഉള്ളിത്തോല് ഇതൊക്കെ ഞാൻ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉള്ളിത്തോല് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി എടുത്തു വെച്ചിട്ടുള്ള മുട്ടത്തോടു കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചാരവും തേയിലച്ചണ്ടിയൊക്കെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിരിക്കുകയാണ്. ഈ ഒരു ജൈവസ്ലറി ഞാൻ ഇതുപോലെ വലിയൊരു പാത്രത്തിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ഇരട്ടി പച്ചവെള്ളവും കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുകയാണ്.
ചാരമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ നന്നായിട്ട് തന്നെ നേർപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇത് ഞാൻ തക്കാളി ചെടിയുടെ ചുവടുകളിലും മുളക് ചെടിയുടെ ചുവടുകളിലും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കപ്പോൾ നന്നായിട്ട് തന്നെ ധാരാളം മുളകുകളൊക്കെ ഉണ്ടായി നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെണ്ടയ്ക്കും തക്കാളിക്കും ഒക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലുമൊക്കെ നന്നായിട്ട് തന്നെ വിളവുകൾ കിട്ടിയിരുന്നു. എല്ലാ പച്ചക്കറി ചെടികൾക്കും ഇത് ഉപയോഗിച്ച് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറച്ച് മുളകുകളൊക്കെ വിളവെടുക്കുന്നുണ്ട്. അപ്പോൾ വിളവെടുപ്പ് സഹായിക്കുന്നതിനായി ഇക്കായും കൂടി കൂടിയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് മുളകുകൾ വിളവെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.